വേളുക്കര പഞ്ചായത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ BJPയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രവണതയാണ്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഔട്ടത്തൂരിൽ ഏകദേശം 55 ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് നമ്മളിലേക്ക് വന്നത്. അവിടെ സുരേഷ് ഗോപി നേരിട്ട് വന്ന് അവർക്ക് ഷാൾ അണിയിച്ച് അവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം MP ആയതിനു ശേഷം അദ്ദേഹം ഒരു തവണ ഈ വീടുകളിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. നമസ്കാരം. ഇന്ന് ഞാനുള്ളത് ഇരിഞ്ഞാലക്കുടയിലെ അവിട്ടത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് BJPയുടെ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടന്നു പോരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ കഴിഞ്ഞ 38 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഒരു പരസ്യ ബോർഡിൽ കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ഒരു സംഭവം. ഇത് ആദ്യകാലങ്ങളിൽ BJPയുടെ പ്രവർത്തനം തുടങ്ങിയ സമയങ്ങളിലെല്ലാം അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ പ്രവർത്തനം മുതൽക്കേ തന്നെ നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കാണാറില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് ഇപ്പോഴും ഇവിടെയുള്ളൊരു BJPയുടെ പ്രവർത്തകൻ ഇത് കൃത്യമായിട്ട് തുടർന്ന് പോരുന്നതെന്ന് പറഞ്ഞൊരു വളരെ അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ആളോട് നമ്മൾക്ക് ഈ വിഷയങ്ങൾ എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ 38 വർഷമായിട്ട് ചേട്ടൻ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്തു വരികയാണ്. ഇത് ഈ ഒരു സംഭവം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ തുടങ്ങിയൊരു കാര്യം തന്നെയല്ല? ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ അന്ന് വീട്ടിൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് ആ മണ്ണെണ്ണ വിളക്കുമ്പോൾ എഴുതി പഠിച്ച് പോന്നതാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ എഴുതുന്നത്. രാത്രി പോസ്റ്റർ എഴുതും, രാത്രി തന്നെ കൊണ്ടൊട്ടിക്കും. അന്ന് കാലത്തൊക്കെ രാത്രിയാണ് കൊണ്ടൊട്ടിക്കാറ്. എന്നുവെച്ചാൽ വെളിച്ചാകുമ്പോൾ ഒട്ടിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഞാനാണ് ഒട്ടിക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ രാവിലെ വന്ന് നോക്കും, ആരെങ്കിലും കീറിയിട്ടുണ്ടോ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. വീണ്ടും ഞാനത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ വളരെ ഭംഗിയായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഞാനിത് ചെയ്തു പോകുന്നു. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. പിന്നെ എൻ്റെ പാർട്ടി പ്രവർത്തകർ എൻ്റെ കൂടെ ഒട്ടിക്കാൻ വരാറുണ്ട്. ആരെ വിളിച്ചാലും അവരൊക്കെ ഏത് രാത്രിയും പകലും നമ്മൾ വിളിച്ചാൽ വരുന്ന പ്രവർത്തകർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഈ ബോർഡ് ഇവിടെ വെച്ചിട്ട് കുറേ 2-3 പ്രാവശ്യം നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചറയിലൊക്കെ കൊണ്ടിട്ട് ഈ ബോർഡ് വീണ്ടും ഞങ്ങളത് കൊണ്ടിട്ട് ഞങ്ങളെ പ്രവർത്തകരെല്ലാവരും കൂടി ഇവിടെ കൊണ്ടുവച്ച് വീണ്ടും ഞങ്ങൾ പോലീസ് കേസായി ഒരു കൊടിമരം ഉണ്ടായിരുന്നു, ആ കൊടിമരമൊക്കെ നശിപ്പിച്ചു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് SI അടക്കം പറഞ്ഞു, ഇതിവിടെ പാടില്ല, നിങ്ങൾ ബോർഡ് വെച്ചോ, കൊടിമരം വെക്കരുത്, പൊതുവഴിയിൽ കൊടിമരം വെക്കാൻ പാടില്ല. ശരി സാറേ, ഞങ്ങൾ കൊടിമരം വെക്കണില്ല, ഞങ്ങൾ വാർത്താ ബോർഡ് വെക്കും എന്നാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും പറഞ്ഞ ഒരു ബോർഡ് വെച്ചോളാം, ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ബോർഡുകൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, 4 സ്ഥലത്താണ് ചേട്ടനത് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡുകൾ അവർ നശിപ്പിച്ചിട്ടുണ്ടോ? വേറെ പുറത്തെ സ്ഥലത്തൊന്നും വെച്ചിട്ട് നശിപ്പിച്ചിട്ടില്ല. ഇവിടെ മാത്രം നശിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും നശിപ്പിച്ചിട്ടില്ല. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ വെച്ചിട്ട് അധികം വർഷമായിട്ടില്ല, ഒരു 3-4 വർഷമായിട്ടുള്ളൂ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒന്നും ഇതേവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ നമ്മളെ തോൽപ്പിച്ചാൽ നമ്മൾ തോൽക്കില്ല എന്നുള്ളൊരു ധാരണ അവരെ മനസ്സിൽ എത്തിപ്പെട്ടു. അത് കാരണം കൊണ്ടാണ് നശിപ്പിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സ്വന്തം മക്കളെ നോക്കണ പോലെയാണ് നമ്മൾ ഈ ബോർഡൊക്കെ നോക്കുന്നത്. യാതൊരു വ്യത്യാസമില്ല. അതിൽ കീറിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ കൊണ്ട് ഒട്ടിക്കും. പിന്നെ പരസ്യമായിട്ട് നമ്മൾ വെല്ലുവിളിക്കാറുണ്ട്, ആർക്കും എന്ത് ചെയ്യണമെങ്കിലും നേരിട്ട് വന്നിട്ട് ചെയ്യാം. എന്താ പറയുക, പകൽ വെളിച്ചത്തിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യുക. ഇരുട്ടിൻ്റെ മറവിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മുന്നിൽ നടക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ പോണത്. ഇനിയും ഞാൻ അങ്ങോട്ട് എൻ്റെ കാലം കഴിയുന്നവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞാലും തുടർച്ചയായിട്ടും ചെയ്യാനായിട്ട് ആൾക്കാരുകൾ വരണം. പക്ഷേ ഇന്ന് കാലത്ത് ആരും വരുന്നില്ല. എന്നുവെച്ചാൽ ആൾക്കാർക്ക് സമയമില്ല, വളരെ തിരക്കും പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്കും തിരക്കുള്ള പ്രശ്നമാണ്. ഞാൻ വളരെ ജോലിയിൽ ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യൻ. എന്നാലും അതിൻ്റെ ഇടയിൽ ചെറിയൊരു സമയം കണ്ടിട്ടാണ് ഞാനിതൊക്കെ എഴുതി ഉണ്ടാക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു? ഞങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ആളൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ജിതേഷായിട്ട് കൂടുതൽ കാര്യങ്ങൾ ആൾക്കാണ് അറിയാം. ആൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേര്? എൻ്റെ പേര് ജിതീഷ് മോഹൻ. ഞാൻ ആളൂർ മണ്ഡലം BJPയുടെ ജനറൽ സെക്രട്ടറിയാണ്. ചേട്ടാ, ഇപ്പോൾ എത്ര വർഷമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ? ഞാൻ ഏകദേശം ഒരു 15 വയസ്സ് മുതലാണ് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്. പിന്നെ പാർട്ടിയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് 18 വയസ്സിന് ശേഷമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് ഇത് ഇരിഞ്ഞാലക്കുടയിൽ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു പഞ്ചായത്ത്, സുരേഷ് ഗോപി ലീഡ് ചെയ്തൊരു പഞ്ചായത്താണ് ഈ വേളൂക്കര.
ഈ പഞ്ചായത്ത് ഇപ്പോൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJPയുടെ സാധ്യതകൾ എങ്ങനെയാണ്? അതായത് നമ്മളുടെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾക്ക് ഇവിടെ വരുന്നത് മൊത്തം 23 ബൂത്തുകളാണ്. ഈ 23 ബൂത്തിൽ 15 ബൂത്തിലും BJP ഒന്നാം സ്ഥാനത്താണ്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനെ അപേക്ഷിച്ച് UDFനെ ഏകദേശം 2000 വോട്ടോളം പിന്നിലാക്കിക്കൊണ്ട് UDFനും LDFനെയും പിന്നിലാക്കി ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മുന്നണി എന്ന സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് BJP കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ. 7 ബൂത്തുകളിൽ 2ാം സ്ഥാനം, ഒരു ബൂത്തിൽ മാത്രമാണ് നമുക്ക് 3ാം സ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടാണ് ലോക്സഭ ഇലക്ഷൻ ഇവിടെ അവസാനിച്ചത്. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് BJPയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 2-3 മാസങ്ങളായി. ഇത്തവണ വേളുക്കര പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആയിരിക്കും. അതിൽ യാതൊരു സംശയവും ജനങ്ങൾക്കുമില്ല, ഇവിടുത്തെ BJP പ്രവർത്തകർക്കും ഇല്ല. ഇപ്പോൾ ഇതുപോലെ ആത്മവിശ്വാസത്തോടുകൂടി ഈ വിഷയം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ നിലവിലെ ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UDFും LDFും മാറി മാറി ഭരിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടെ യാതൊരു വിധ വികസനങ്ങളും നടക്കുന്നില്ല. കഴിഞ്ഞ UDFിൻ്റെ കാലത്താണെങ്കിലും ഇപ്പോൾ LDFിൻ്റെ കാലത്താണെങ്കിലും 2 അവിശ്വാസമാണ് ഈ 5 വർഷത്തിനിടയിൽ LDF നേരിട്ടത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാത്ത 2 മുന്നണികളാണ് UDFും LDFും. അതുകൊണ്ട് BJPയിലാണ് ജനങ്ങൾക്ക് ഇനിയുള്ളൊരു പ്രതീക്ഷ. ഇവിടെ വികസനം കൊണ്ടുവരണമെങ്കിൽ അത് BJP തന്നെ ഭരണത്തിലെത്തണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് ഇത്തവണ BJP ആയിരിക്കും വേളുക്കര പഞ്ചായത്ത് ഭരിക്കുക എന്നത്. ഇപ്പോൾ ഇവിടെ ഈ പഞ്ചായത്തിൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ താമര ചിഹ്നത്തിലാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നില്ല, താമര ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു വിരോധവുമില്ല എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ട് സ്വാഭാവികമായിട്ട് LDFിൻ്റെയും UDFിൻ്റെയും നിലവിൽ ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരു മാനസികാവസ്ഥ തന്നെയാണ്. അവർ പഴയ കാലഘട്ടങ്ങളിലെ പോലെയല്ല, അവർക്ക് ഇനി ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അഹോരാത്രം പണിയെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം തന്നെയല്ലേ? അല്ല, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ LDFിൻ്റെ ആണെങ്കിലും UDFിൻ്റെ ആണെങ്കിലും യോഗങ്ങളിലും സമ്മേളനങ്ങളിലും അവർ ചിന്തിക്കുന്നത്, അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എങ്ങനെ BJPനെ തടയാം, എങ്ങനെയാണ് BJPയുടെ സീറ്റുകൾ കുറയ്ക്കാം, എങ്ങനെ BJPക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം കുറയ്ക്കാമെന്നാണ് അവരുടെ ചർച്ചകളിലും ചിന്തകളിലും ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് BJPയോട് ഉണ്ടായിരുന്ന ഒരു അകൽച്ച കുറഞ്ഞു. ജനങ്ങൾക്ക് ആർക്കും BJPയോട് യാതൊരു അകൽച്ചയില്ല. അത് ഇവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു അസഹിഷ്ണുത മാത്രമാണ് ഈ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ UDF മാറി മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണല്ലോ. ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ്? ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറയേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. കാരണം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതും അതിന് മറുപടി കൊടുക്കേണ്ടതും ഇവിടുത്തെ ജനങ്ങളാണ്. അവരാണ് അതിന് യോഗ്യരായിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ യാതൊരുവിധ മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ വികസനങ്ങളും നടന്നിട്ടില്ല എന്നതിൻ്റെ പേരിലാണല്ലോ സുരേഷ് ഗോപി താമര ചിഹ്നത്തിൽ നിന്നിട്ടും ഇവിടെ ന്യൂനപക്ഷങ്ങളടക്കം എല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്. അപ്പോൾ അത് BJPയിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടാണ്. BJPക്ക് ഇനി വേളുക്കര പഞ്ചായത്തിൽ ഒരു വികസനം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് ജനങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഈ പാർലമെൻറ്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ആളുകൾ BJPയിൽ അംഗത്വം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അതിപ്പോഴും പല സ്ഥലങ്ങളിലും തുടരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ BJP കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്, ഇനി അടുത്ത ദിവസങ്ങളും വരാനിരിക്കുന്നുണ്ട്. ഈ വേളൂക്കര പഞ്ചായത്തിലെ ക്രൈസ്തവ സമൂഹം BJPയോടുള്ള അവരുടെ ഒരു മനോഭാവം എന്താണ്? തീർച്ചയായും വേളൂക്കര പഞ്ചായത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ BJPയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രവണതയാണ്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ഔട്ടത്തൂരിൽ ഏകദേശം 55 ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് നമ്മളിലേക്ക് വന്നത്. അവിടെ സുരേഷ് ഗോപി നേരിട്ട് വന്ന് അവർക്ക് ഷാൾ അണിയിച്ച് അവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം MP ആയതിനു ശേഷം അദ്ദേഹം ഒരു തവണ ഈ വീടുകളിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരും. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? ഉണ്ണി. എത്ര വർഷമായിട്ട് BJPയുടെ പ്രവർത്തനത്തിലുണ്ട്? 35 വർഷം. എങ്ങനെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ചേട്ടൻ്റെ ഒരു
ഒരു 40 വയസ്സിന് ശേഷമൊക്കെ പുതിയ ആളുകൾ BJP-യിൽ ചുമതലകളിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ ഒപ്പം പ്രവർത്തിച്ച ആളുകളാണ്. ഇവരുടെയൊക്കെ പ്രവർത്തനത്തിലൊരു വിലയിരുത്തൽ എങ്ങനെയാണ്? പ്രവർത്തനം നല്ല രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആരോഗ്യപരമായിട്ടും അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സജീവമാവാൻ താല്പര്യമില്ല? സജീവമാകാൻ താല്പര്യമുണ്ട്. പക്ഷേ ആരോഗ്യം അതിന് അത് ബുദ്ധിമുട്ടാണ്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആദ്യ കാലഘട്ടങ്ങളിലൂടെ പ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ CPM പോലെയുള്ള പാർട്ടികളിൽ നിന്ന് എന്തെങ്കിലും പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് എന്നായാലും പ്രതിരോധിച്ചിട്ടുണ്ട്. ശരിയാണ്, വളരെ നന്ദി.